നമസ്കാരം. ഞാൻ ആസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചോദ്യം ചോദിച്ച് തുടങ്ങിയാലോ? നമ്മുടെ SSLC പരീക്ഷ പോലെ ഉത്തരം എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഫുൾ മാർക്ക് ലഭിക്കും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മുടെ കേരളത്തിൽ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ വർഷം ഏതാണ്? മരണം മാത്രമല്ല, വാഹനാപകടങ്ങളും അടിപിടിയും കൊലപാതകങ്ങളും സ്ത്രീപീഡനവും ബാലപീഡനവും ഗാർഹിക പീഡനം ഒക്കെ ഏറ്റവും കുറഞ്ഞതും ആ വർഷമാണ്. ഇപ്പോൾ നമ്മൾ പത്രം എടുത്താലും TV തുറന്നാലും കേൾക്കുന്നത് കൊലപാതകങ്ങളുടെയും പിടിച്ചുപറിയുടെയും അക്രമങ്ങളുടെയും വാഹന അപകടങ്ങളുടെയും തുടങ്ങിയ വാർത്തകളാണ്. AI ക്യാമറ ഫിറ്റ് ചെയ്തതുകൊണ്ട് അപകട നിരക്ക് കുറഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളുന്നത് കണ്ട് താരതമ്യേന അപകടം കുറവായിരുന്ന KSRTC ബസ് പോലും ഇപ്പോൾ അപകടം കൂടിയിട്ടുണ്ട്. ലക്കും ലഗാനുമില്ലാതെ വരുന്ന വാഹനങ്ങൾ AI ക്യാമറ തന്നെ തട്ടി താഴെയിട്ടു. പിന്നെ കാടിറങ്ങി വന്ന ആനയും കരടിയും പുലിയും നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. സത്യം പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനല്ലാതെ കൃത്യമായൊരു ഉത്തരം എനിക്കും അറിയില്ല കേട്ടോ. ആർക്കാണ് മരണനിരക്ക് നോക്കാൻ താല്പര്യം? വയനാട്ടിലെ ഉരുൾപൊട്ടിയപ്പോൾ മരിച്ചവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വന്നപ്പോൾ TVക്ക് മുന്നിൽ വയനാട്ടിലെ മരണനിരക്ക് നോക്കി നിന്നവർ പിന്നെ അത് ശ്രദ്ധിക്കാതെയായി. അതിനു മുമ്പ് നമുക്കറിയാം, ഫലസ്തീനിൽ ഗാസയിൽ ഓരോ ദിവസവും ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മറ്റുള്ളവരുടെയും മരണനിരക്കുകൾ കണ്ട് ഞെട്ടി. പിന്നെ അതും നമുക്കൊരു ശീലമായി മാറി. ആരും മരണനിരക്ക് നോക്കാതെയായി. നമുക്കറിയാം, കോവിഡ് സമയത്തും അങ്ങനെയായിരുന്നു. പത്രക്കാരോട് പുറത്ത് കിടക്കാൻ പറയുന്ന മുഖ്യമന്ത്രി എല്ലാവരെയും അകത്ത് കയറ്റി ഇരുത്തി 6 മണി മുതൽ 1 മണിക്കൂർ നേരം കലാപരിപാടി അവതരിപ്പിക്കുന്നത് ജനം 6 മണിയാകാൻ കാത്തിരുന്നു. 6 മണിക്ക് TVക്ക് മുന്നിൽ തടിച്ചുകൂടുന്ന ജനങ്ങളുടെ പെരുപ്പം കണ്ട് സഖാക്കൾ പോലും മൂക്കത്ത് വിരൽ വെച്ചു. നമ്മുടെ പിണറായി സഖാവിന് ഇത്രയും ആരാധകരോ? പിന്നെയാണ് സംഗതി പിടികിട്ടിയത്. കോവിഡ് വ്യാപനം എവിടെ എത്തി, എത്ര പേര് മരിച്ചു, എത്ര പേർ ക്വാറന്റൈനിലായി എന്നറിയാനാണ് ജനം തടിച്ചുകൂടുന്നത്. പതിയെ ജനങ്ങൾക്ക് അതും അടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും കുറച്ച് മരണങ്ങളുണ്ടായത് ഈ കോവിഡ് സമയത്താണ്. വാഹനങ്ങൾ കാര്യമായി നിരത്തിലിറങ്ങാത്തത് കൊണ്ട് വാഹന അപകടങ്ങൾ തീരെയില്ല. മറ്റവൻ ഉള്ളിൽ ചെല്ലാത്തത് കൊണ്ട് ഗാർഹിക പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും കത്തിക്കുത്തും പിടിച്ചുപറിയും അക്രമവും എല്ലാം നന്നായി കുറഞ്ഞു. പരിപ്പും കടലയും പപ്പടവും കുടുംബശ്രീക്കാരുടെ സഞ്ചിയും ഒക്കെ മോഹവിലക്ക് വാങ്ങിയപ്പോൾ നമ്മുടെ ഖജനാവ് കാലിയായപ്പോൾ അത് ഒന്ന് നിറക്കാൻ വേണ്ടി സ്കൂളുകളും കടകളൊക്കെ അടച്ചെങ്കിലും ബീവറേജുകൾ തുറക്കാൻ തുടങ്ങി. അതോടെ വീണ്ടും മടിയും പിടിയും അക്രമങ്ങളൊക്കെ പെരുകി. ഞാൻ ഇത്രയും പറഞ്ഞത് കേരളത്തിലെ അക്രമങ്ങളും പീഡനങ്ങളും അപകടങ്ങളും വർദ്ധിക്കാനുള്ള മുഖ്യ കാരണം മദ്യവും മയക്കുമരുന്നുമാണെന്ന് സൂചിപ്പിക്കാനാണ്. എന്നിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരുകൾ ബീവറേജുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഓണസമയത്ത് മാത്രം നമ്മുടെ കാലിയായ ഖജനാവിലേക്ക് എത്തിയത് 818 കോടിയിൽ പരം രൂപയാണ്. അതിലൊന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ വെബ്കോ ഔട്ട്ലെറ്റാണ്. 5.59 കോടി രൂപയാണ് മലപ്പുറത്ത് തിരൂരിൻ്റെ മാത്രം സംഭാവന. ഓരോ മലപ്പുറത്തുകാർക്കും അഭിമാനിക്കാൻ പിന്നെ ഇതിലപ്പുറം എന്ത് വേണം? ഞാൻ ഇന്ന് ഇങ്ങനൊരു ചർച്ച തുടങ്ങാൻ കാരണം കേരള പോലീസിൻ്റെ ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയ ബന്ധവും തുറന്നു കാണിച്ചുകൊണ്ട് സഖാവ് PV അൻവർ തുടങ്ങിയവർ ചർച്ചയാണ്. അത് സഖാവ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പലരും പൂരം കലക്കലും കൊല്ലലും കൊല്ലിക്കലും RSS നേതാക്കൾക്ക് അകമ്പടി സേവിക്കലും മാത്രമല്ല, പോലീസ് വാഹനത്തിൻ്റെ നെയിം ബോർഡ് പതിച്ച് ബാംഗ്ലൂരിൽ നിന്നും സുരക്ഷിതമായി മയക്കുമരുന്ന് കടത്താൻ സഹായിക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ സ്ക്വാഡിലെ പോലീസുകാരൻ്റെ ടെലിഫോൺ സംഭാഷണവും ചാനലുകൾക്ക് ചോർത്തിക്കൊടുത്തു. പോലീസ് ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയ കൂട്ടുകെട്ടിനെതിരെ അതിശക്തമായ ഭാഷയിൽ അൻവർ പ്രതികരിക്കുന്നത് കേട്ടപ്പോൾ ഈ പ്രതികരണശേഷി വർഷങ്ങൾക്ക് മുമ്പ് അൻവറിന് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചുപോയി. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സംഖ്യയുടെ മയക്കുമരുന്ന് പിടിച്ചത് അൻവറിൻ്റെ ബന്ധുവും അൻവർ അടക്കം പ്രതി ചേർക്കപ്പെട്ട ഒതായി മനാഫ് വധക്കേസിലെ പ്രതിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 7 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് അന്ന് പിടിച്ചത്. നീണ്ട ജയിൽവാസത്തിനു ശേഷം ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിൽ മോചിതനായി നാട്ടിലുണ്ട്. ഇന്നും ആ ചെറുപ്പക്കാരൻ അത്തരം ഒരു മയക്കുമരുന്ന് കച്ചവടത്തിലെ കണ്ണിയാണ് എന്ന്
എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേണ്ടപ്പെട്ടവരാരോ സൂക്ഷിക്കാൻ കൊടുത്ത കവറ് ഉടമസ്ഥൻ വരുന്നത് വരെ വീട്ടിൽ സൂക്ഷിച്ച എന്ന് വിശ്വസിക്കാനാണ് എനിക്കിന്നും ഇഷ്ടം. 2001 വാഴക്കാട് ചാലിയാറിന് കുറുകെയുള്ള കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ പാറക്കെട്ടിൽ കഴുത്തറുത്ത് കൊന്ന നിലയിൽ ഒരു സ്ത്രീയുടെ ജഡം കാണപ്പെട്ടു. സ്ത്രീയുടെ വായിലും മുഖത്തുമൊക്കെ എന്തോ വെളുത്ത പൊടി വിതറിക്കിടക്കുന്നു. ഒരു കൊലപാതകമാണ് ഉദ്ദേശമെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ഒന്ന് തള്ളിയാൽ വലിയ അടിയൊഴുക്കും ചുഴിയുമുള്ള ചാലിയാർ പുഴയിലേക്ക് വീണാൽ ഡെഡ് ബോഡി പോലും കിട്ടാൻ പ്രയാസം. അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചോ മറ്റൊക്കെ കൊല്ലാമായിരുന്നു. എന്നാൽ പിന്നെ എന്തിനാണ് ഈ ഒരു സ്ത്രീയെ ബലമായി പിടിച്ച് ഈ പാറക്കെട്ടിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്നത്? കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, അരീക്കോടിനടുത്ത് താമസിക്കുന്ന ആ സ്ത്രീ നിരവധി പേരെ വിദേശത്തേക്ക് കയറ്റി അയച്ച വിസ ഏജൻ്റാണ്. അവരുടെ കെയർ ഓഫിൽ ഗൾഫിലേക്ക് പോയ കാവനൂർ പുൽപ്പറ്റ ഭാഗത്തുള്ള ചില യുവാക്കളെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് സൗദിയിൽ തലവെട്ടിയ അന്നേ ദിവസം തന്നെയായിരുന്നു ഈ സ്ത്രീയുടെയും തല അറുത്തത്. ആ സമയത്ത് 20ഓളം യുവാക്കളെ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് തലവെട്ടാൻ വിധിച്ചവരെക്കുറിച്ച് നാട്ടിൽ അന്വേഷിക്കാൻ എംബസി വഴി കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിവരമെത്തിയപ്പോൾ ഇവരുടെ വിവരം അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് തങ്ങളുടെ മക്കളുടെ അവസ്ഥ വീട്ടുകാർ തന്നെ അറിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ജൂലൈ മാസത്തിൽ സമാനമായ ഒരു സംഭവമാണ് കോഴിക്കോടുമുണ്ടായത്. കോഴിക്കോട് നിന്ന് ഏകദേശം 2 കോടിയിലധികം രൂപ വില വരുന്ന മയക്കുമരുന്ന് കോഴിക്കോട് സ്വദേശികളായ ഷൈൻ ഷാജി, ആൽബിൻ സബാസ്റ്റ്യൻ എന്നീ 2 ചെറുപ്പക്കാരുടെ കഥയും ഇതുപോലെ തന്നെയാണ്. മയക്കുമരുന്ന് വേട്ടക്കിടെ ഓടി രക്ഷപ്പെട്ട ഇവരെ അന്വേഷിച്ച് പോലീസുകാർ വീട്ടിലെത്തിയപ്പോഴാണ് പാവപ്പെട്ട വീട്ടുകാരറിയുന്നത് 2 വർഷം മുമ്പ് അവരെ ആഘോഷമായി എയർപോർട്ടിൽ കൊണ്ടുപോയി അൽബേനിയയിലേക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് പഠിക്കാൻ അവരെ യാത്ര അയച്ച വീട്ടുകാർ അവരാരും അറിയാതെ തന്നെ മക്കൾ തിരികെ എത്തി അവർ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് കോഴിക്കോട് തന്നെ ഒരു വാടക വീടെടുത്ത് അവിടെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് അവരപ്പോഴാണ് അറിയുന്നത്. ആദ്യകാലങ്ങളിൽ വിലയേറിയ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ മലയാളികളുടെ കയ്യിൽ പണം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രത്യേകിച്ചും മലബാറിലെ മയക്കുമരുന്ന് വ്യാപാരികൾ മയക്കുമരുന്ന് കയറ്റി അയച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു. 1996-97 വർഷം പുറത്തു വന്ന ഒരു കണക്കനുസരിച്ച് 198 മലപ്പുറം ജില്ലക്കാരെയാണ് മയക്കുമരുന്ന് കേസിൽ സൗദി അറേബ്യയിൽ ശിക്ഷിക്കപ്പെട്ട് തലയറുത്തത്. അന്ന് സ്വർണവും മറ്റും കണ്ടുപിടിക്കുന്നത് പോലെ ക്യാമറയിലും മറ്റും മയക്കുമരുന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സൗകര്യപ്രദമായി മയക്കുമരുന്ന് കയറ്റിയാക്കാമായിരുന്നു. ഷൂവിൻ്റെ ഉള്ളിലും കാലിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിൽ വരെ ഗർഭനിരോധന ഉറകളിലാക്കി മയക്കുമരുന്ന് കയറ്റി അയച്ചിരുന്നു അത്രേ. ഉംറക്കന്ന് ഇന്നത്തെ പോലെ കടുത്ത നിയന്ത്രണമില്ലാത്തത് കൊണ്ട് സൗദി അറേബ്യ ആയിരുന്നു അവരുടെ പറുദീസ, അതും ഉംറ യാത്രക്കാർ. പിന്നീട് എയർപോർട്ടുകളിൽ പ്രത്യേകം മയക്കുമരുന്ന് സ്ക്വാഡും പരിശീലനം ലഭിച്ച നായയും ആധുനിക സ്കാനിങ് മെഷീനുകളൊക്കെ വന്നപ്പോൾ ഈ കച്ചവടം അല്പം കുറഞ്ഞു. എന്നാലും നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളും മറ്റും കൊടുത്തയക്കുന്ന ബീഫ് വരട്ടിയതും ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കഞ്ചാവ് പൊതി കൊടുത്തയക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊണ്ടോട്ടി എയർപോർട്ടിന് സമീപം ഓമാനൂർ പള്ളിപ്രായ എന്ന സ്ഥലത്ത് വിദേശത്ത് പോകുന്ന യുവാവിൻ്റെ കയ്യിൽ ഗൾഫിലുള്ള സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി മറ്റൊരു സുഹൃത്ത് കൊടുത്തയച്ച അച്ചാറാണെന്നാണ് എനിക്ക് ഓർമ്മ. അത് തുറന്നു നോക്കിയപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ നല്ല നീലച്ചടയൻ കഞ്ചാവാണത്ര. ഈ സമയത്ത് തന്നെയാണ് തൊട്ടടുത്ത ഗ്രാമത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൻ്റെ പേരിൽ ഒരു കത്തിക്കുത്ത് കേസ് നടക്കുന്നത്. ഇത് അന്വേഷിക്കുന്നതിനിടക്ക് നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുകയും സദാചാര പോലീസ് ചമയുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യ ഉപദേശകനായ പൗരപ്രമുഖൻ്റെ മകനും ലക്ഷങ്ങൾ വില വരുന്ന മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നത്. അതിൻ്റെ ഹോൾസെയിൽ വ്യാപാരിയാണത്രേ ആ പയ്യൻ. നാട്ടിൽ എന്തിനും ഏതിനും ഓടിയെത്തുന്ന പരോപകാരിയായ വെള്ളയും ധരിച്ച് നടക്കുന്ന മാന്യനായ ചെറുപ്പക്കാരൻ്റെ മുഖം മൂടി അങ്ങനെയാണ് അഴിഞ്ഞു വീഴുന്നത്. അപ്പോഴാണ് ജനങ്ങളൊക്കെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഞാനീ പറഞ്ഞത് ഒരു ഗ്രാമത്തിലെ മാത്രം കഥയല്ല, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. സമൂഹത്തിൽ മാന്യമായി നടക്കുന്ന വ്യക്തികൾ, യുവാക്കളും സ്ത്രീകളും വരെ ഇന്ന് മയക്കുമരുന്ന് കച്ചവടത്തിലെ കണ്ണികളാണ്.
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിലെ വലിയൊരു വിഭാഗവും മയക്കുമരുന്ന് കച്ചവടക്കാർക്കും ഗുണ്ട ടീമിനും സ്വർണ്ണ കള്ളക്കടത്തുകാർക്കുമൊക്കെ എസ്കോർട്ട് പോകുന്നവരും കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവരും വരെയുണ്ട്. പല പോലീസ് സ്റ്റേഷനുകളിലും കാര്യം നടക്കണമെങ്കിൽ ആ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കണ്ടിട്ടൊരു കാര്യവുമില്ല. സ്ഥലത്തെ പ്രധാന ഗുണ്ടാ നേതാവിനെ തന്നെ കണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ അവർക്കാണ് കൂടുതൽ സ്വാധീനം. ചില ഗുണ്ടാ നേതാക്കളുടെ വീടുകളിലെ വിവാഹത്തിനും അങ്ങനത്തെ ചടങ്ങുകളിലൊക്കെ പോലീസ് വാഹനത്തിൽ യൂണിഫോം ഇട്ട് വന്ന് വെട്ടി വിഴുങ്ങുന്ന പോലീസുകാർ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഒരു കാലത്ത് പോലീസുകാരുടെ സ്ഥിരം ചാകരയായിരുന്നു മണൽ കടത്ത്, പ്രത്യേകിച്ചും പുഴയോരങ്ങളിൽ. ഈ പുഴയിൽ നിന്നും അനധികൃതമായി വാരുന്ന ഓരോ മണലിനും കൃത്യമായ വിഹിതം അവരുടെ പോലീസ് സ്റ്റേഷനിലെത്തും. മണൽ മാഫിയയുടെ സ്വന്തക്കാരനായി മാറി മണിമാളികയും ഭൂമിയും സമ്പാദിച്ച നിരവധി പോലീസുകാരുണ്ട്. ചാലിയാറിൻ്റെ തീരത്തുള്ള ഒരു റോഡിലൂടെ ഞാൻ മുക്കത്തേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ ഒരു 20 കിലോ വീട് കാണിച്ച് സുഹൃത്ത് പറഞ്ഞു, ഇതാണ് മണൽ വീട്. മണൽ വീടോ എന്ന് ചോദിച്ചോ പറഞ്ഞത് മണൽ മാഫിയയുടെ കൈക്കൂലി കൊണ്ടുണ്ടാക്കിയ വീടാണത്രേ. ചില ചെറുപ്പക്കാരായ സബ് ഇൻസ്പെക്ടർമാർ സ്റ്റേഷനിൽ ചാർജ് എടുക്കുമ്പോൾ ആദ്യകാലത്ത് വലിയ കൈക്കൂലി വിരുദ്ധരായിരിക്കും. അവരെ ഒതുക്കാനും ഒറ്റിക്കൊടുക്കാനുമൊക്കെ ഓരോ സ്റ്റേഷനിലും ഒറ്റുകാരായ പോലീസുകാരുണ്ടാകും. അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ വിചിത്രമായൊരു സംഭവമുണ്ട്. അതൊരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. എത്ര കൊടുത്തിട്ടും കിട്ടിയിട്ടും തികയാത്ത SIയെ കൊടുക്കാൻ വേണ്ടി മണൽ മാഫിയ വിജിലൻസിൽ പരാതി നൽകി. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സന്നാഹങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI ലീവിലാണ്. പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം സന്ദർശകരായ മണൽ മാഫിയക്കാരനെ കണ്ടപ്പോൾ ജില്ലയിലെ തന്നെ അഴിമതി വീരനായ അറിയപ്പെടുന്ന കോഴ പോലീസിന് ഇരിക്കപ്പൊറുതി വന്നില്ല. SI ഒരാഴ്ച ലീവാണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നാൽ മതി, SI എന്നെയാണ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞ് പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഈ പോലീസുകാരനെയും സത്യത്തിൽ ഇവർ നോട്ടമിട്ടതായിരുന്നു. ഇങ്ങനെ ഇയാളുടെ നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ ഇവർ വിജിലൻസ് കൊടുത്തുവിട്ട നോട്ട് ഈ പോലീസുകാരന് കൊടുത്തു. കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ മാനവും ജോലിയും പോയി ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നു ഈ പോലീസുകാരന്. ഈ 2 പോലീസുകാരുടെയും ഉറ്റ ചങ്ങാതിയായ മറ്റൊരു പോലീസുകാരനുണ്ട്. സദാ വെറ്റില മുറുക്കിക്കൊണ്ട് നടക്കും, കണ്ടാലൊരു നിഷ്കളങ്കൻ. ഇയാളെക്കുറിച്ചൊരു കഥയുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഈ വ്യക്തി ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു പണക്കാരൻ്റെ നായ അവിടെയുള്ള ആ അങ്ങാടിയിലെ ഒരു പാവപ്പെട്ടവൻ്റെ കുട്ടിയെ കടിച്ചു മുറിയാക്കി അതിൻ്റെ തൊടയൊക്കെ കടിച്ചു മുറിച്ചു. അങ്ങനെ ഈ കുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി പറഞ്ഞു. സാധാരണ പോലീസ് സ്റ്റേഷനിൽ ആ കാലത്തൊക്കെ പരാതി പറയുമ്പോൾ അത് എഴുതാനുള്ള പേപ്പർ ഈ പരാതിക്കാരോട് തന്നെ കൊണ്ടുവരാൻ പറയുക ചെയ്യുക, ഒരു കെട്ട് പേപ്പറൊക്കെ വാങ്ങാൻ പറയും. അങ്ങനെ ഈ വ്യക്തി പരാതിയൊക്കെ എഴുതിയപ്പോൾ ഇയാൾ അക്കാലത്ത് ഒരു ചെറിയ സംഖ്യ എന്തോ കൈക്കൂലി കൊടുത്തു. ഇത് സാറേ, എൻ്റെ കുട്ടീൻ്റെ ആ സ്ഥിതി നിങ്ങൾ കണ്ടില്ല, നിങ്ങളൊരു നല്ല രീതിയിൽ കേസെടുക്കണം, ഒരു പണി കൊടുക്കണം, ഇനി അവൻ നായയെ വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൈക്കൂലിയൊക്കെ കൊടുത്ത് ഇയാൾ കൈക്കൂലിയൊക്കെ കീശയിലിട്ട് ഇരിക്കുമ്പോഴാണ് അപ്പോൾ നായയെക്കുറിച്ച് ഇയാൾ ഭയങ്കര ഒരു FIR എഴുതി. ആ നായയുടെ വലുപ്പവും നായയുടെ ശക്തിയും, നായ ഇങ്ങനെ ആ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുരക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ജനൽ ചില്ലുകൾ വരെ ഇങ്ങനെ വിറക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ FIR എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞ് നായയുടെ ഉടമ വരുന്നത്. അദ്ദേഹം വലിയൊരു സംഖ്യ, അദ്ദേഹം പണക്കാരനായതുകൊണ്ട് ഒരു വലിയ സംഖ്യ തന്നെ ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഇനി ഇതുവരെ എഴുതിയ FIR ഇനി മാറ്റി എഴുതണ്ടെന്ന് കരുതിയിട്ട് പുള്ളി അടിയിൽ ഒരു വരി എഴുതി ചേർത്തു എന്ന് പറഞ്ഞു. പക്ഷേ ആ നായയ്ക്ക് തൊള്ളയിൽ ഒരൊറ്റ പല്ലും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഇതാണ് ഒരു വിഭാഗം പോലീസുകാരാണ് കേട്ടോ അവരുടെ കഥയാണ് ഈ പറഞ്ഞത്. സർവീസിൽ പ്രവേശിക്കുന്ന സമയത്ത് ആദർശ പുരുഷന്മാരായി കൈക്കൂലി വാങ്ങാതെ, തെറ്റുകൾ കണ്ടാൽ മുഖം നോക്കാതെ, രാഷ്ട്രീയക്കാർക്കും ഗുണ്ടകൾക്കും വഴങ്ങാത്ത പല സബ് ഇൻസ്പെക്ടർമാരും പിന്നീട് കൈക്കൂലി ചോദിച്ചു വാങ്ങുകയും കൊടുക്കുന്ന പണം അവിടെ നിന്ന് തന്നെ എണ്ണി നോക്കി ഇത് പോരാ എന്ന് പറയുന്ന കൈക്കൂലി രാജാക്കന്മാരായ കഥയും ധാരാളമുണ്ട്. എന്നാൽ പോലീസ് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം ദുഷ്ടജന്മങ്ങൾ മാത്രമല്ല, 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ പ്രയാസവും പരിവട്ടവുമായി കഴിയുന്ന ധാരാളം പോലീസുകാരുമുണ്ട്. സാധാരണ ഇനി അഥവാ അറിയാത്ത ഏതെങ്കിലും ബസ്സുകാർ കാശ് ചോദിച്ചാൽ ഇവരുണ്ട് കൈകൊണ്ട് ഇങ്ങനെ അന്നും പോലീസ് കെട്ടാൻ മുടികെട്ട് അതിങ്ങനെ തട്ടിയിട്ട് PC ആണെന്ന് പറഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണ്ട. എന്നാൽ ഇങ്ങനെ
ഫ്രീ പാസ് കൊടുത്ത് പൈസ വാങ്ങാതിരുന്നാൽ നിർബന്ധിച്ച് കാശ് കൊടുക്കുന്ന ഒരു പോലീസുകാരൻ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീധരേട്ടൻ എന്നാണ്. ഏത് സ്റ്റേഷനിൽ ചെന്നാലും പെരും വെയിൽ കൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്ന ചുമതലയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. പിന്നീട് ഇതിനെക്കുറിച്ച് ഞാനൊരു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഈ പണിക്കും ആൾ വേണ്ടേ, ദിവസവും കൈക്കൂലി പണം വീതം വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനില്ലാത്തത് കൊണ്ട് എനിക്കെന്നും വെയിൽ കൊള്ളാനാണ് വിധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ കോവിഡ് സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു. നാട്ടിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ അദ്ദേഹത്തിന് അനുസ്മരണം നടത്തിയപ്പോൾ പല പോലീസുകാരടക്കമുള്ള പലരും അതിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ ആദ്യ അവസാനം വരെ സജീവ സാന്നിധ്യമായ ഒരു മുൻ പോലീസ് സൂപ്രണ്ട് രാജു സാറ് അദ്ദേഹം ശ്രീധരനേട്ടനെക്കുറിച്ച് അനുസ്മരിക്കുന്നത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഇത് പറഞ്ഞത് നിയമപാലകരുടെ ഇടയിൽ കള്ളനാണയങ്ങൾ മാത്രമല്ല 22 കാരറ്റ് സ്വർണ്ണ നാണയങ്ങളും ഉണ്ട് എന്ന് അറിയിക്കാനാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. മലബാറിനെ വരിഞ്ഞു മുറുക്കിയ മയക്കുമരുന്ന് മാഫിയയുടെ കഥയും അവരത് കൊണ്ടുവരുന്ന വഴിയും ആ വിൽപ്പന രീതികളും അവരുടെ വിൽപ്പന കേന്ദ്രങ്ങളും ഇവരുടെ ചതിയിലകപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന നല്ല കുടുംബത്തിൽപ്പെട്ട ചില പെൺകുട്ടികളുടെ വിവാഹ ജീവിതം വരെ മുടങ്ങിയതുമായ കഥകൾ വളരെ വിശദമായിട്ട് തന്നെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം.